നെക്സ്റ്റ് റൂമിലെ എല്ലാവരും നല്ല കെട്ടും പാണ്ടൊക്കെ ആയിട്ട് രോഗികളായിട്ട് ഇരിക്കുകയാണ്. എല്ലാവർക്കും നന്നായിട്ട് അവിടെ വേദന പറ്റിയിട്ടുണ്ട്, അതുപോലെ ഡാമേജ് പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ മുറിഞ്ഞ് തകിട് പൊടിയായിട്ട് ഇരിക്കുകയാണ് അവിടെ 3 പേര്. അതിൽ ഇത്തിരി കുറവ് പറ്റിയിട്ടുള്ളത് റസ്മിനാണ്. റസ്മിന് നല്ല ബോഡി പെയിനും ചെറിയ മുറിവുകളേ ഉള്ളൂ. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ മുറിവ് പറ്റിയിട്ടുള്ളത് അർജുനെയാണ്. അർജുന 2 കാലും നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് അർജുനുള്ളത്. ദേഹത്ത് മുഴുവൻ മുറിവുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടേനും മൊത്തത്തിൽ വയ്യാത്ത അവസ്ഥയിലാണ് അർജുൻ. അപ്സരയുടെ കാലിന്റെ മുട്ട ഒരു രക്ഷയില്ല, അതുപോലെ കയ്യുമ്മയും ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇവര് 3 പേർക്കും ഉള്ളത് ബാത്റൂം ഡ്യൂട്ടിയാണ്, ബാത്റൂം ക്ലീൻ ചെയ്യലാണ്. പക്ഷെ 3 പേർക്കും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയും ഈ അവസ്ഥയിൽ ഇവർ എങ്ങനെ ജോലി ചെയ്യുമെന്ന് ചിന്തിച്ച് അവർ തന്നെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രീതു എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 3 പേർക്കും ഇന്ന് റെസ്റ്റ് ആണ്, നിങ്ങൾ ഒരു പണിയും ചെയ്യണ്ട, ബാത്റൂം ക്ലീനിങ് ഇന്ന് ചെയ്യണ്ട എന്ന് അവിടെ ക്യാപ്റ്റൻ പറഞ്ഞത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു അത് അർജുന്റെ അവസ്ഥ കണ്ടിട്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. അത് കണ്ട സമയത്ത് അർജുനെ തീരെ പറ്റാത്ത അവസ്ഥയാണ്, നടക്കാൻ പോലും അർജുന് പറ്റുന്നില്ല. 2 കാലിന്റെ അടിഭാഗവും മുറിഞ്ഞ് അതുപോലെ ഇരിക്കുകയാണ്. അവിടെ അപ്സരയ്ക്ക് കാലിന്റെ മുട്ട് വേദനയുണ്ട്, കുഴപ്പമില്ല, എന്നാലും അപ്സര ഇപ്പൊ നടന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ അർജുനുള്ളത്. അപ്പൊ അർജുനെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കാതിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം 3 പേർക്കും വയ്യ. ഏറ്റവും കൂടുതൽ ഈ റൂമിലുള്ള 3 പേർക്കാണ് അപകടം പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രീതു പറഞ്ഞു നിങ്ങൾ ആരും ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പവർ ടീമിലുള്ള ശരണ്യയും ശ്രീരേഖയും ശ്രീതും കൂടിയാണ് ഇന്ന് ബാത്റൂം ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ താങ്ക് യു ക്യാപ്റ്റൻ എന്ന് പറയുന്നുണ്ടായിരുന്നു ശ്രീതുവിന്റെ അടുത്ത്. അപ്പൊ ശ്രീതു പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും വയ്യ, പിന്നെ എന്ത് ചെയ്യാനാണ്, മിണ്ടാതിരിക്കേ എന്ന് അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ക്യാപ്റ്റനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് റൂമിലെ 3 പേരും അവിടെ ഇരിപ്പുണ്ട്.